എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മളോട് വിട പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വീടിന്റെ ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള കലണ്ടറുകൾ മാറ്റി നാം പുതിയ കലണ്ടറുകൾ സ്ഥാപിക്കാറുണ്ട്. ഇതിനാണല്ലോ ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മളൊക്കെ പിന്നെ ഇപ്പോ വർഷം പരിഗണിക്കുന്നത് മലയാള മാസങ്ങൾ നോക്കിയിട്ട്, ഇംഗ്ലീഷ് മാസങ്ങളെ നോക്കിയിട്ട് ജനുവരി ഫെബ്രുവരി ഇങ്ങനെ തുടങ്ങി ഡിസംബർ 31 ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തെ, ഒരു പഴയ വർഷത്തെ യാത്രയാക്കി പുതിയ വർഷത്തെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓന് ജനുവരി ഫെബ്രുവരി ഡിസംബറിലൊന്നും പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പുതുവർഷം തുടങ്ങുന്നത് മുഹറം മുതലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുൽഹജ്ജ് വിട പറഞ്ഞു ഒരു പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്തു വെക്കാൻ തയ്യാറാകുമ്പോൾ, ഒരു കലണ്ടർ മാറ്റിയിട്ട് പുതിയ ഒരു കലണ്ടർ എടുത്തു വെക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷം നമ്മളൊരു പുതിയ കലണ്ടർ, പഴയ കലണ്ടർ എടുത്തു മാറ്റിയിട്ട് പുതിയ കലണ്ടർ ഇടുമ്പോൾ ഞാനും നിങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് ചില ചിന്തകളും ചില തീരുമാനങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പഴയ കലണ്ടർ മാറ്റി ഒരു പുതിയ കലണ്ടർ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ചില ഓർമ്മപ്പെടുത്തലുകളും ചില വിചിന്തനങ്ങളും ചില നിരീക്ഷണങ്ങളും ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്താണ് ഒരു വർഷം നമ്മളിൽ നിന്ന് പിരിഞ്ഞ് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോ, ഇന്ന് 28, നാളെ 29, എന്റെ പ്രിയപ്പെട്ടവരെ, മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരാൻ തയ്യാറാകുമ്പോൾ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, മുസമ്മിൽ ഉസ്താദ് എന്ന ഓതിയ ആ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഉടനെ വ്യക്തമായി ആ ഓതിയ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ആദരിച്ച മാസമാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മുഹറം മാസം പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മുഹറം 10 നമുക്കൊക്കെ മറക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്തിന്, ലോകത്ത് കടന്നു വന്ന തന്റെ സമുദായത്തിന്, തന്റെ അടിമകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായ ആ മുഹറം 10ലേക്ക് ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഓരോ വർഷം നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടതെന്താ, നാം വിലയിരുത്തേണ്ടത് എന്താണ്? ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ട കാര്യം? എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്? നാം ചിന്തിക്കേണ്ട ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ ഒരു വർഷം കൂടെ നാം പിന്നിട്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന എന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കഴിയുകയാണ്. ഒരു വർഷം എന്നിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. ഞാൻ മരണത്തിലേക്ക് ഒരു വർഷം കൂടെ അടുത്തു കഴിഞ്ഞു. എന്റെ മരണം അല്പം കൂടെ എന്നിലേക്ക് അടുത്തിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം പൊഴിഞ്ഞു പോകുകയും ഞാൻ അസ്റായിലിനെ കാണാനും മരണം എന്റെ മുന്നിലേക്ക് കടന്നു വരാൻ ഞാനൊരു വർഷം കൂടെ മരണത്തിലേക്ക് അടുക്കുമ്പോൾ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, അവന് പല കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മരണത്തിലേക്കാണ് ഒരു കൊല്ലം അടുത്തിരിക്കുന്നത്. അല്ലാഹു എനിക്ക് തന്നിരിക്കുന്ന ആയുസ് പടച്ചവനെ 10-30 വയസ്സ് കഴിഞ്ഞ് 34ാമത്തെ വയസ്സാണ്. അല്ലാഹുവേ, കുല്ലും മ്രിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. പടച്ചവനെ, ആ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ വലിയ സന്തോഷത്തിലാണ്, ചിരിയുണ്ട്, തമാശയുണ്ട്.
നോക്കിയാലും പ്രായം മറന്നുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ കളിയും തമാശയും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുകയാണ്. ആ ചിരിച്ചു കളിച്ച് നടക്കുന്ന എന്നോട് കവി പറയുന്നു, സിറാജേ, ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ നീ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുകയാണല്ലോ. എടാ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലിടയ്ക്കുന്ന നോക്കടാ. കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാറുണ്ടല്ലോ, നീ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുകയാ. എന്തേ നീ ആ മരണത്തെ കുറിച്ച് ഓർക്കാത്തത്? ആ മരണത്തെ കുറിച്ച് നീ ചിന്തിക്കാത്തത്? മരണം നിന്റെ അടുക്കലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ, ആ മലക്ക് നിന്നെ തേടി വരുന്ന ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാ. എന്തേ കളിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് കവി എന്നോട് ചോദിക്കുമ്പോ, വർഷമതാ 1 കൊല്ലം ഞാൻ എന്റെ മരണത്തിലേക്ക് അടുക്കുമ്പോ ആർക്കാണ് മരണചിന്ത കടന്നു വരുന്നത്? മരണത്തെ കുറിച്ച് ഓർമ്മ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറൂ ദിക്റ ഹാദിൽ ലദ്ദാത്ത്. പുതുവർഷത്തിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുന്ന മനുഷ്യ, മുഹറം മാസത്തിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നവന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ആഡംബരം, നിന്റെ സുഖങ്ങളും, നിന്റെ സന്തോഷങ്ങളും, നിന്റെ സ്വപ്നങ്ങളും, നിന്റെ പ്രതീക്ഷകളും, നിന്റെ മോഹങ്ങളും സർവ്വതും തകർത്തു കളയുന്ന അതാ മരണമെന്ന് പറയുന്ന ഒരു മഹാസംഭവമുണ്ടല്ലോ, മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ. എന്തേ നീ അതിനെ കുറിച്ച് ഓർക്കാത്തത്? എന്തേ ആ മരണത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണചിന്തയാണ് ഒന്നാമതായി കടന്നു വരേണ്ടത്. ഇരിക്കുന്ന ഉപാസിക്കയാകട്ടെ, ശാരീക്കയാകട്ടെ, അൻസാരിക്കയാകട്ടെ, ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാകട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, പടച്ചവനെ ഞാൻ മരണത്തിലേക്ക് 1 കൊല്ലം കൂടെ അടുത്തിരിക്കുകയാണ്. ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ. ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണോ? പടച്ചവനെ, ഞാൻ ഇന്ന് വീട്ടിലെത്തുമോ? ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന ഞാൻ നാളെ രാവിലെ പായിപ്പാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞുകൊണ്ട് പുതപ്പിന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ ശരീരത്ത് തട്ടി വിളിക്കുമ്പോ, അല്ലാഹുവേ, ഞാൻ എഴുന്നേക്കുമോ പടച്ചവനെ? അതോ എന്റെ അവസ്ഥ എന്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെ വാപ്പയും ഉമ്മയും, നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ കൂടപ്പിറപ്പും, നിങ്ങളുടെ കൂട്ടുകാരും, നിങ്ങളെ പോലെ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന പലരും ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ ചിന്തിക്കാത്തത്? എന്തിനാ പ്രവാചകന്മാരുടെ ചരിത്രം? എന്തിനാ സ്വഹാബത്തിന്റെ ചരിത്രം? എന്തിനാ വഅ്ള് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. എന്തിനാ ഞാനും നിങ്ങളും ഒരുപാട് ചിന്തിക്കുന്നത്? ഈ നിരന്നിരിക്കുന്ന പലരുടെയും വാപ്പ എവിടെയാ? എന്റെയും നിങ്ങൾക്കും ജന്മം നൽകിയ, നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് എവിടെ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ എവിടെ? പറഞ്ഞു മനസ്സ് വേദനിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് കവളിലും വന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, അവര് പടച്ചവനെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താണല്ലോ. അതുകൊണ്ട് ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം ഏതേ വേണ്ടത്? ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം വേണ്ടല്ലോ. അതുകൊണ്ട് സഹോദരാ, ഓരോ മനുഷ്യനും ചിന്തിച്ചോ, ഇത് കളിയല്ല, തമാശയല്ല.
അല്ലാഹുവിന്റെ ഖുർആനാ ഓർമ്മപ്പെടുത്തിയത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിന അനിന്നാർ. ആ മരണമെന്ന് പറയുന്ന പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ, അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പല്ലാതെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആരെല്ലാം ഉണ്ടോ അവര് മുഴുവനും ആ മരണത്തിന്റെ വേദന അറിയേണ്ടവരാ. ആ മരണം എന്താണെന്ന് അവരറിയേണ്ടവരാ. അല്ലാഹുവിന്റെ ഖുർആൻ പോലും അവിടെ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിലേക്ക് കാലെടുക്കുന്ന മനുഷ്യ, അത് ചിന്തിക്കേണ്ട കാര്യമെന്താ? മരണത്തിലേക്ക് അടുക്കുകയാ. ജീവിതത്തിന്റെ വില മനസ്സിലാക്കൂ, ഓരോ നിമിഷത്തിന്റെ വില മനസ്സിലാക്കൂ. സമയത്തിന്റെ വില എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. ഇന്ന് എത്ര സമയം കിട്ടിയാലും നമുക്കതിന്റെ മഹത്വം അറിയില്ലല്ലോ. പക്ഷേ അറിയുന്ന ഒരു സമയമുണ്ട്, ഒരു സെക്കൻഡിന്റെ വില എന്താണെന്ന്, സൽക്കർമ്മത്തിന്റെ വില എന്താണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പലർക്കും സമയം പോകുന്നില്ല. കുറച്ചു സമയം ടിവിയുടെ പെണ്ടിലിരുന്ന് മടുത്തോ, കണ്ട് മടുത്തോ, കളിച്ചു മടുത്തോ, സ്നേഹിച്ചു മടുത്തോ, കൂടെ കടന്നു സുഖിച്ചിട്ട് മടുത്തോ. സമയം പോകാതെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതി എന്ന് പറയുന്ന മനുഷ്യ, ഈ സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ മലക്കുൽ മൗത്തിനെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന സമയമുണ്ടല്ലോ. ആ ഭയാനകമായ സമയം, മരണം നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയം, ആ മരണം പിടിക്കാൻ, റൂഹ് പിടിക്കാൻ മലക്കുകൾ നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയം. അപ്പോഴാ മോനെ 63 കൊല്ലം നിനക്ക് മനസ്സിലാകുന്നത്, 34 കൊല്ലം എനിക്ക് മനസ്സിലാകുന്നത്, പടച്ചറപ്പെനിക്ക് തന്ന സമയത്തിന്റെ വില എനിക്ക് തിരിയുന്നത്. കടന്നു വിളിക്കുന്നു, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എന്റെ മരണം ഇങ്ങനെ അടുത്ത് വരുമ്പോ അവിടെ പറയുന്നു, നാഥാ ഒരു സെക്കൻഡ് താ അല്ലാഹ്. ഇപ്പോഴാണ് മനസ്സിലായത് ആയുസിന്റെ വില, സമയത്തിന്റെ വില എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പടച്ചവനെ, ഒരു സെക്കൻഡ് എനിക്ക് താ തമ്പുരാനെ, ഒരു നിമിഷം എനിക്ക് താ തമ്പുരാനെ. മണിക്കൂറുകൾ പാഴാക്കി കളഞ്ഞ പടച്ചവനെ, ദിവസങ്ങൾ പാഴാക്കി കളഞ്ഞ നമ്മൾ അല്ലാഹുവിനോട് പറയുകയാ, ഒരു നിമിഷം താ അല്ലാഹ്. മലക്കുകൾ പറയുകയാ, ഇല്ലടാ, ഒരു നിമിഷം പോലും നിനക്ക് തരില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒറ്റ സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരില്ല. നിമിഷം പോലും പടച്ചറപ്പ് നിനക്ക് തരൂല. കാരണം എല്ലാ സമയവും നീ പാഴാക്കിയവനാണ്. അത് തിരിയുന്ന ഒരു സമയമുണ്ട് മനുഷ്യ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, ഓരോ മിനിറ്റിനും വിലയുണ്ട്, ഓരോ സെക്കൻഡിനും വിലയുണ്ട്. അത് പാഴാക്കി കളയല്ലേ. പോയാ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 4 കാര്യങ്ങളുണ്ട്. പോയതാണ്, പിന്നെ എത്ര ശ്രമിച്ചാലും തിരിച്ചു വരൂല. എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് സമയമാണ് മനുഷ്യ. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്ന യുവത്വേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മരണത്തിലേക്ക് ഒരു കൊല്ലം നീ അടുത്തു കഴിഞ്ഞു. അതാ അടുത്തടുത്ത് വരികയാണ്. മരണമാണ്
അടുത്തു വരുന്നത്. അതുകൊണ്ട് മോനെ, നീ ആ മരണത്തെക്കുറിച്ച് ഓർത്തോ, ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചോ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ സിറാജ് അടുത്ത് കഴിഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അറഫയുടെ രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അറഫയുടെ രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹു അടിമകളെ കുറിച്ച് മലക്കുകളോട് പറയുന്ന ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ മുമ്പിൽ തന്നെ പള്ളിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ സന്തോഷത്തിലാണ്, അല്ലാഹു വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, റസൂലുള്ളാഹി പള്ളിയുടെ മുന്നിലാണ് ഖബറടക്കുന്നതെങ്കിൽ ഞാൻ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച ഒരു കിട്ടൂലേ. ഞാനങ്ങനെ എന്റെ വീട്ടിൽ പോയി കിടന്ന എന്റെ ഭാര്യ വരാൻ പറ്റില്ല, പിന്നെ രണ്ട് മക്കൾ വന്നാലും ആണെങ്കിലും പള്ളിയിൽ ഞാൻ ചിന്തിച്ചത് ഇവിടെ നമ്മുടെ തമാശയാണെങ്കിലും അവരെല്ലാവരും അവരുടെ മോഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അല്ലാഹുവേ രണ്ട് കത്തം വെള്ളത്തുണിയും ധരിച്ചുകൊണ്ട് എനിക്ക് പോകേണ്ട സമയം 6 അടി മണ്ണ് അല്ലാഹു എവിടെയാ നിശ്ചയിച്ചിരിക്കുന്നത് പറയാൻ പറ്റുമോ? ചിലര് പറയാറുണ്ട് നിന്റെ മയ്യത്ത് ഇവിടെ നടക്കൂല. എന്നെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കാൻ ഒരൽപ്പം മണ്ണെടുത്തിട്ടുണ്ടെന്ന് എവിടെ നിന്നാണ് എടുത്ത മദീനത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഖബർ ആഗ്രഹം ദിവസം അല്ലാഹു മലക്കുകളോട് അടിമകളെ കുറിച്ച് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ കൊടുക്കുമാറാകട്ടെ. അപ്പൊ കാണാനില്ല, ഒന്ന് പിടിച്ചോണം കേട്ടാ. പോകാത്ത മനുഷ്യനത് പറഞ്ഞാ മനസ്സിലാവൂല, ടിവിയിലൂടെ കാണുന്നവർക്കത് മനസ്സിലാവൂല. കരയാത്ത ഒരു കണ്ണുകളുമില്ല, അറഫയുടെ മൈതാനയിൽ നിറയാത്ത ഒരു കണ്ണുകളുമില്ല, അറഫയുടെ മണ്ണെന്ന് കണ്ണുനീര് കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മരണത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കും. അതാണ് നമ്മുടെ ആയുസ് നമുക്ക് പറഞ്ഞു തരുന്നത്. മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? കഴിഞ്ഞു പോയിട്ടുള്ള വർഷത്തിൽ നീ പരലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഴിഞ്ഞുപോയ ഒരു വർഷം നീ എന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വർഷക്കാലം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹുവേ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു വർഷക്കാലമായിട്ട് എല്ലാ ദിവസവും 400 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു 5 മിനിറ്റ് അൽഹംദുലില്ലാഹ് നബിയുടെ ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ക്ലാസ് ജനങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ദിവസമേ ഈ ഒരു വർഷത്തെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിവസമാണ് അറഫ. ഇന്നീ പള്ളിയുടെ പണി നടക്കുന്നത്
അപ്പോൾ അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നാം ചിന്തിക്കേണ്ടത് ഒരു വർഷക്കാലം കഴിഞ്ഞു പോകുമ്പോൾ ആഖിറത്തിൽ രക്ഷപ്പെടാൻ എന്തിനാ കരയുന്നതെന്നറിയോ? അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും തമ്പുരാന്. പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷൗക്കണ്ണൻ സ്വർഗ്ഗത്തിൽ പോവും. ഭാരത്തുകൂടെ കടന്നു ചെന്നിട്ട് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാക്കുമ്പോഴേ നിന്റെ അടിമകളെ ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? ഇന്ന് രാത്രി നീ എനിക്കിഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്, നീ തോറ്റുപോകുമടാ അവരുടെ മുന്നിൽ, നീ പരാജയപ്പെട്ടു പോകുമടാ അവരുടെ മുന്നിൽ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വർഷക്കാലം നിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആഖിറത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ അവകാശികളാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും തന്റെ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അല്ലാഹു നല്ല ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് പടച്ചവനെ വിചാരണ ചെയ്യുമല്ലോ. എന്താണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നീ ചിന്തിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ വൻ തൻഖുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ രണ്ട് പ്രാവശ്യമാണ് ഇത്. സാധാരണ ഒരായത്തല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കുക. രണ്ടു പ്രാവശ്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. അല്ലാഹു അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അതേ ആയത്തിൽ വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ രണ്ടാമതൊരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. നീ സൂക്ഷിക്കണം, അല്ലാഹുവിനെ ഭയക്കണം. ഈ ജീവിതത്തിൽ നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നീ ഒന്ന് ചിന്തിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം നാം എത്രത്തോളം നന്മകളാണ് ചെയ്തത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, നീ എത്ര നന്മകളാണ് ചെയ്തത്, എത്ര തിന്മകളാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്. ഈ ചെയ്തത് കൊണ്ട് നിനക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമോ? നന്മകളാണോ കൂടുതൽ, തിന്മകളാണോ കൂടുതൽ? ചിന്തിക്കേണ്ടത് അവിടെയാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാണോ ഒരണുമണി തൂക്കം നന്മ ചെയ്തത് അവനത് കാണുന്നതാണ്. ആഖിറത്തിൽ നീ കാണും ഒരു കടുകുമണിയുടെ അളവാണ് നീ നന്മ ചെയ്യുന്നതെങ്കിലും നാളെ റബ്ബ് നിന്റെ കണ്ണിലത് കാണിച്ചു തരികയാ. ഒരു കടുകുമണിയുടെ അളവ് തിന്മയാണ് നീ ചെയ്യുന്നതെങ്കിലും നാളെ നിന്റെ റബ്ബ് നിനക്ക് കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുമ്പോ, ഈ മലക്കുകളുണ്ടല്ലോ, ഈ രണ്ട് ചുമയിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, സൈഡിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ ഉറങ്ങിയാലും അവർ ഉറങ്ങൂല, ഞാൻ
ചെയ്താലും പടച്ചവനെ അവരിങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്. പ്രസംഗിക്കുന്നത് എഴുതുന്നുണ്ട്, പ്രസംഗം ഇത്രയും നേരം നിങ്ങളെ ഉപദേശിച്ചിട്ട് എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ ഒറ്റയ്ക്ക് റൂമിന്റെ അകത്ത് കയറി, വേറെ ഒരാളുമില്ല പടച്ചവര്. ആ റൂമിന്റെ അകത്ത് ഞാനിരുന്ന് ചെയ്യുന്ന കാര്യവും ഈ മലക്കന്നെ എഴുതി വെക്കുകയാ. ഇത് റബ്ബനിക്ക് കാണിച്ചു തരുമല്ലോ. റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ കയ്യിലേക്ക് ആ കിതാബ് ഇങ്ങനെ എടുത്തു തരുമ്പോ ഇന്ന് ചെയ്തതുപോലെ എന്റെ ജീവിതകാലം മുഴുവനും ചെയ്തത് മുഴുവനും എഴുതി എഴുതി വെച്ചിരിക്കുകയാ. അങ്ങനെ കാണുമെന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? 34 കൊല്ലം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 40, 50, 60 വയസ്സുള്ളവരുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചത് 55 വയസ്സ് വരെ, 55 കൊല്ലം 45 കൊല്ലം പായിപ്പാടിന്റെ വിരിമാറിലൂടെ നെഞ്ചു വിരിച്ച് നടന്നവന് ഈ ഭൂമിയുടെ മുകളിലൂടെ അതാ നെഞ്ചു വിരിച്ച് നടന്ന നീ ചിന്തിക്കുന്നുണ്ടോ 55 കൊല്ലം കൊണ്ട് നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? എന്റെ റബ്ബിനോട് പറയുക, പടച്ചവനെ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പലരുടെയും ഇറച്ചി തിന്നിട്ടുണ്ട്, പലരെയും ദ്രോഹിച്ചിട്ടുണ്ട്, പലരുടെയും ജീവിതം തകർത്തിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കാരം മുടക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു കുറ്റബോധമുണ്ടോ? മനസ്സിന്റെ അകത്തൊരു വേദനയുണ്ടോ? അല്ലാഹുവേ, ഞാനെങ്ങാണമെന്ന് മരിച്ചുപോയാ എന്റെ റബ്ബിന്റെ മുന്നിൽ പാപിയെ പോലെ തല താഴ്ത്തി നിൽക്കണമല്ലോ. ഈ ചിന്തയാർക്കാവുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാളെ പടച്ച റബ്ബ് നിനക്കത് കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുമ്പോ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അലിമത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇത് മുഴുവനും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം കാണിച്ചു തരുമല്ലോ. ആരും അറിയാതെ രഹസ്യവും പരസ്യവുമായി ചെയ്തത് മുഴുവനും അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുമ്പോ, അല്ലാഹുവേ, ഇതിത്ര വിദൂരമാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാനും നിങ്ങളും പറയുന്ന ഒരു ദിവസം വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ആഖിറത്തിലേക്ക് എന്ത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ട സമയമാ. ഖുർആൻ പറയുകയാണ്, യൗമഇദിന തുഅ്റൂന യൗമഇദിന തുഅ്റദൂന ലാ തഖഫാ മിൻകും ഖാഫിയാ. വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അന്നേ ദിവസം നിന്റെ മുന്നിലേക്ക് നിന്റെ ജീവിതത്തിൽ മുഴുവനും പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ നീ എന്തേ ഭയക്കാത്തത്? എന്തേ നീ ഓർക്കാത്തത്? അതുകൊണ്ട് സഹോദരാ, ഓർക്കണം, ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ റബ്ബ് നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ ഓർക്കണമെന്ന് ഖുർആൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായിട്ട് അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് പുതുവർഷത്തിലേക്ക് കടക്കുന്ന മനുഷ്യ, നീ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പരലോകത്ത് അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് ചെയ്യണ്ടേ, നമുക്ക് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണ്ടേ. മുത്തുനബി പറയുകയാണ്, ഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു, ഹാസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ. ആരാ പറയുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ മഹാനായ
മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ ഹസിബൂ ഖബല അൻ തുഹാസബൂ പടച്ചവനെ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു ചെന്നിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കുമല്ലോ, എന്നോട് ചോദിക്കും സിറാജ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. അല്ലാഹുടെ മുന്നിൽ ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ട് തലയുടെ മുകളിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന ദിവസം ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ അല്ലാഹു ചോദിക്കുന്നു സിറാജ് ഞാൻ നിനക്ക് തന്ന ആയുസ് അത് 30 40 50 എത്ര കൊല്ലമാണെങ്കിലും അല്ലാഹു ചോദിക്കുന്നു ഞാൻ നിനക്ക് തന്ന ആയുസ് എങ്ങനെ ചെലവഴിച്ചടാ? നിന്റെ യുവത്വമുണ്ടല്ലോ നീ എങ്ങനെ ചെലവഴിച്ചു? നീ പണം എങ്ങനെ ഉണ്ടാക്കി? അത് എങ്ങനെ ചെലവഴിച്ചു? അല്ലാഹുവേ അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. വെച്ചിരിക്കുന്ന കാലനക്കൂല മനുഷ്യ പറയുകയാ വെച്ചിരിക്കുന്ന കാലം നനക്കണോ? ചെമ്പിന്റെ തറയിലെ സിറാജ് വെച്ചിരിക്കുന്ന കാലം നനക്കണമെങ്കിൽ അല്ലാഹുവേ ഈ ചോദ്യത്തിനു മറുപടി പറയാതെ കാല് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ അല്ലാഹുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ വെച്ചിരിക്കണ കാലം നനക്കണമെങ്കിൽ ഞാൻ അല്ലാഹു ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം. അല്ലാഹു കാക്കുമാറാകട്ടെ, ഹിസാബ് യസീറയിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. എന്ത് പറയും സഹോദര? അല്ലാഹു ചോദിക്കും ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എത്ര? ഞാൻ 34 കൊല്ലം. എത്ര ആളെന്ന് ചിന്തിക്ക്, എത്ര ആളെന്ന് ചിന്തിക്ക്. 30, 40, 50, 60 വയസ്സുള്ളവർ അള്ളാഹിനോട് പറയേണ്ടി വരും 60 കൊല്ലത്തെ കണക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓരോരുത്തരോടും അല്ലാഹു ചോദിക്കും വല്ലാത്ത ചോദ്യം. 1 ആയുസ്, 2 യുവത്വം. അതാ ചോദ്യം. ആയുസ്, യുവത്വം. അടുത്ത ചോദ്യം പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു? അത് വല്ലാത്ത ചോദ്യമാണ്. പണം എങ്ങനെ ഉണ്ടാക്കിയത് അതും പറയണം. ഉണ്ടാക്കിയ കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ, ചെലവഴിച്ച കണക്കും പറയണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞേ പറ്റൂ അല്ലാഹുടെ മുന്നിൽ. അല്ലാഹുടെ മുന്നിൽ എണ്ണി എണ്ണി ചോദിക്കും. ഇവിടെ വിട്ടാലും അവിടെ വിടൂല. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുമ്പോൾ പറഞ്ഞേ പറ്റൂ. ഖുർആൻ പറഞ്ഞതാ. അല്ലാഹു അതുകൊണ്ട് ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റു, പടച്ചവനെ എന്തേ ചെയ്തത്? പല്ല് തേച്ചു, സുബഹി നിസ്കരിച്ചു, ഖുർആൻ ഓതി, കുറച്ച് ദിക്റുകൾ പറഞ്ഞു, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, കച്ചവടത്തിന് പോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. എന്തു പാപം ചെയ്തു എഴുതി വെക്കണം. റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാത്രി റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ചിട്ട് ഇങ്ങനെ കണ്ട് ചെയ്യും. പടച്ചവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ഇന്ന പാപം ചെയ്തു ഇല്ലേ. ചാട്ടവാറെടുത്തിട്ട് തല്ലും ശരീരം മുഴുവനും. സ്വന്തം ചാട്ടവാറെടുത്തിട്ട് ശരീരം തല്ലി ചതയ്ക്കുക. റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ കുളിപ്പിച്ചവർ പറയുന്നുണ്ട് അടയാളം ഉണ്ടായിരുന്നെന്ന്. ശരീരത്തെ ചാട്ടമാറ് കൊണ്ട് തല്ലിയിട്ട് ശരീരത്തിനോട് ചോദിക്കുക നീ പറഞ്ഞാൽ അനുസരിക്കില്ലേ, നീ നിസ്കരിക്കാതെ കിടന്ന് ഉറങ്ങൂല്ലേ, നീ അല്ലാഹനെ ധിക്കരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് തല്ലുക. അങ്ങനെ സ്വന്തമായിട്ട് വിചാരണ. നമ്മൾ തല്ലുവൊന്നും വേണ്ട, ചെയ്തതൊന്നും ഓർത്താലെങ്കിലും മതിയായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ റബ്ബേ, ഒരു കുറ്റബോധം പോലും നമുക്കൊന്നും തോന്നാറില്ല. ഇബ്ലീസിന്റെ സ്വഭാവമാണ് നമുക്ക്. ഇന്നലെ ഞാൻ അള്ളാഹുവിന്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു ഇല്ലേ. അള്ളാഹു അത്രയും ഗഫൂറാണ്, റഹീമാണ്, കാരുണ്യവാനാണ്. ആ അള്ളാഹ് എന്താ ഇബ്ലീസിനെ പുറത്തു കൊടുക്കാത്ത? എന്താ ഇബ്ലീസിനെ പുറത്തു കൊടുക്കാത്ത? ഇബ്ലീസ് തന്നെ ഇന്നും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നാണ്. ആദ്യം എന്നെക്കാളും താഴ്ന്നവൻ എന്നാ പറയണേ. ഇബ്ലീസ് ഇന്ന് വരെ കുറ്റം സമ്മതിച്ചിട്ടില്ലല്ലോ. സമ്മതിച്ചാലല്ലേ അള്ളാഹ് പുറത്തു കൊടുക്കുക. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ അംഗീകരിക്കണം. അതാണ് ഞാൻ അംഗീകരിച്ചു, ഞാൻ തെറ്റു ചെയ്തു. 2 കുറ്റബോധം ഉണ്ടാവണം. ചെയ്ത് ഓർത്തിട്ട് ചെയ്തു പോയല്ലോ അല്ലാഹ്, നിരാശ വേണം, കുറ്റബോധം വേണം. അല്ലാഹു ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ പടച്ചവനെ, ഇനി ചെയ്യില്ല അല്ലാഹ്, തീരുമാനം വേണം. അതാ തൗബയുടെ വിശേഷണം. തൗബയുടെ ഷർത്തുകളിൽപ്പെട്ട ചുമ്മാതെ പോയിട്ട് പാവം പൊറുക്ക അല്ലാഹ്, പാവം പൊറുത്ത അല്ലാഹ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചെയ്തു പോയ പാപം നീ അംഗീകരിക്കണം.
2 നീ സമ്മതിച്ചു. 1 2 നിനക്ക് കുറ്റബോധമുണ്ടാകണം, നിന്റെ നഫ്സിനെ നീ കുറ്റപ്പെടുത്തണം. 3 ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. അപ്പോഴാ തൗബയാകുന്നത്. അല്ലെങ്കിൽ കാക്കയുടെ തൗബ പോലെ ആയി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. കാക്കയുടെ തൗബ എങ്ങനെയാണെന്ന് അറിയില്ലേ? കാക്കയുടെ തൗബ അറിയോ? ഇത് വെടിയുണ്ടതുപോലെ ഇരിക്കണേ. കാക്കയുടെ തൗബ എന്തെന്നറിയോ? കാക്ക രാവിലെ ഇങ്ങനെ പറന്നു വരും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, മരത്തിലൊക്കെ താമസിക്കണേ. കാക്ക രാവിലെ ഇങ്ങനെ പറന്നു വന്നിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നോക്കുമ്പോൾ കാഷ്ടം കിടക്കുന്നു, വേസ്റ്റ് കിടക്കുന്നു. കാക്ക ഓടിച്ചെന്നിട്ട് ഇങ്ങോട്ട് കൊത്തിയങ്ങോട്ട് തിന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കമ്പിൽ ഇങ്ങനെ തലയിട്ടടിച്ചിട്ട് പറയും, ഛേ ഞാൻ വേസ്റ്റാണോ റബ്ബേ തിന്നത്, ഛേ എന്ത് വൃത്തികേട, ഇനി ഞാൻ തിന്നൂല. കാക്ക അങ്ങോട്ട് ശപഥം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വന്നിട്ടിരിക്കുമ്പോൾ ചൂടിങ്ങനെ പോവാ. പടച്ചവനെ ഉടനെ പോയി വീണ്ടും അതിൻ്റെ മുകളിൽ കയറിയിട്ട് തലയിട്ടടിച്ചിട്ട് പറയും, ഇനി ഞാൻ തിന്നൂല. 3-ാമത്തെ ദിവസവും വരെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണേ. നാളെ നീളം അങ്ങനെ ആവരുത് തൗബ. ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കരയാ ചെറുപ്പക്കാരൻ. ഉസ്താദ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു തെറ്റ് ചെയ്യാൻ, എനിക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. സെക്സ് വീഡിയോ കാണും ആ ചെറുപ്പക്കാരൻ, മോശമായ വീഡിയോ കാണുകയാ. എത്ര ശ്രമിച്ചിട്ടും അവന് പറ്റണില്ല. കരയുന്നു, ഉസ്താദ് എനിക്ക് നന്നാകണം, ഒരു വഴി പറഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനും മരുന്നുണ്ട്. അള്ളാഹു നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. വീഡിയോ വലിക്കണ ആൾക്കാരില്ലേ, വലി നിർത്താൻ പറ്റുമോ? പറ്റില്ല ഉസ്താദെ. എന്തെന്നറിയത്തില്ല. ചുരുട്ടി അടിക്കുന്നവന് ചുരുട്ടി അടിക്കണം, മോളി കയറ്റി വെക്കുന്നവന് മോളി വെക്കണം, വലിക്കുന്നവന് വലിക്കണം. ഇതൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കിത് പറ്റൂല എന്നാ. മോശമായ സ്വഭാവങ്ങൾ എല്ലാം ഉണ്ട്, എന്നാൽ ചില ദുസ്വഭാവങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടി 7 പ്രാവശ്യം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു മാറിയാൽ മതി. 7 പ്രാവശ്യം വീടി വലിക്കാൻ അവസരം കിട്ടി. പടച്ചവനെ, ഇത് ലഹരിയാണല്ലോ അല്ലാഹ്. എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് പാവമാണല്ലോ. വേണ്ട, ഒരു പ്രാവശ്യം മാറ്റിവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആദ്യം കാജാ വീഡിയോ കൊണ്ടുവന്നേ, പിന്നെ നോക്കുമ്പോൾ സിഗരറ്റ് കൊണ്ടുവന്നു. ഇല്ലല്ലാ, 2 വലിക്കൂല. 3, 4, 5, 6, 7 പ്രാവശ്യം നീ ചെയ്യില്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ച 8ാമത് ആ പാപം നിന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടുവരില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 7 പ്രാവശ്യം ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ 8ാമത് പിന്നെ വീടി നിന്റെ മുന്നിൽ വരൂല. നിനക്കതിലുള്ള അവസരം അള്ളാഹു തരൂല. നിന്നെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹു ആ ചെറുപ്പക്കാരൻ്റെ ദുസ്വഭാവം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നന്നാകാൻ കഴിയണം, വിചാരണ ചെയ്യണം. സ്വന്തമായിട്ട് ആര് പറയണ്ട, ആരോടും പോയിട്ട് അച്ഛനോട് പോയിട്ട് കുമ്പസരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്ത അള്ളാഹുവിനോട് പറയണം. അള്ളാഹു അത്രയും വലിയ കാരുണ്യവാനാ. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്താൽ, എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അല്ലാഹു പുറത്തു തരും. അല്ലാഹു ഗഫൂറ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ
അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, പടച്ചവനെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ജീവിതത്തിൽ തെറ്റ് ചെയ്തവര് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ